ഇന്നത്തെ ഐറ്റം എന്താന്ന് മനസ്സിലായാ നമ്മളുടെ കരിമീൻ അശാന്റെ ഒരു വലുപ്പം കണ്ടാ ഇതിനുണ്ടല്ലോ മസാലയൊക്കെ പെരട്ടി വാഴയിൽ കിടത്തി അങ്ങോട്ട് പൊള്ളിച്ചെന്നാ ഗ്രില്ല് ചെയ്തെന്ന് എന്താ പറയാ എന്തെങ്കിലും ആവട്ടെ അല്ലേ അതങ്ങോട്ട് ചെയ്തെടുത്തപ്പോണ്ടല്ലോ സൂപ്പർ സാധനം കേട്ടാ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിന് നമ്മുടെ മീൻ എന്തായാലും വൃത്തിയാക്കി എടുക്കണമല്ലോ. എന്നിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മീനിലൊക്കെ നല്ലോണം അങ്ങോട്ട് പരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു 20-25 മിനിറ്റ് വരെയൊക്കെ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ അതോടെ ഇരിക്കട്ടെ. അതിന് ശേഷം വേണം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ മീനൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഈ മീൻ പൊരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറുമുറാന്ന് പൊരിക്കാനല്ല കേട്ടാ. ജസ്റ്റ് എണ്ണയിലിടുക, മറിച്ചിട്ട് കൊടുക്കുക, നേരെ ഇങ്ങോട്ട് എടുക്കുക. ജസ്റ്റ് വെന്തോന്ന് ചോദിച്ചാൽ വേവണം, വെന്തില്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് വേവൊന്നും വേണ്ട. ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഉണ്ടല്ലോ നല്ല കനം കുറച്ച് നീളത്തിലരിഞ്ഞ 2 സവാള നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചും കൂടെ ചേർത്തിട്ട് പിന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 വലിയ തക്കാളി കുരുവിനായിരിഞ്ഞതും കുറച്ച് കറിവേപ്പിലോടെ ചേർത്ത് പിന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളകിൻ്റെ പൊടിയായിട്ട് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ വെള്ളം കൂടെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു കൊഴുകൊഴുപ്പം കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടുള്ളൂ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഒരു വാഴ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിൻ്റെ മേലെ നമ്മളുടെ ഈ ഒരു മസാല പിന്നെ മീൻ വെച്ച് കൊടുക്കുക. ഈ മീൻ മുറിക്കാത്തത് കൊണ്ട് തന്നെ ഹാൻഡിൽ വിത്ത് കയറാട്ടാ പൊട്ടിപ്പോയുള്ള ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ മേലെ പിന്നെ ബാക്കി കുറച്ചുകൂടെ മസാല വെച്ചിട്ട് 4 സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കിയിട്ടേ ഇതങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. ഇനി ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഓരോ സൈഡ് 5 മിനിറ്റ് ഒക്കെ മതിയാവിട്ടാ. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ